പൈസ വേണം. പക്ഷെ അവിടെ ദർഗയിൽ എന്ത് വേണ്ട? പൈസ വേണ്ട. ഓരി വെച്ചിട്ട് ഉസ്താദുമാർക്ക് അതിന്റെ കമ്മീഷനും കിട്ടുന്നില്ല. അപ്പൊ എന്ത് പറയണം? മദീന ഉണ്ടല്ലോ, ആ മദീനക്ക് തുല്യാണ് അജ്മീർ എന്ന് പറയാം. അത് പ്രസംഗിച്ചാളാ ആ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്തുകൊണ്ട്? കച്ചവടാണ്, മതവ്യവസായമാണ്. അള്ളാഹുലേക്ക് ക്ഷണിച്ചാ പിന്നെ ഈ സമസ്തക്കാരുണ്ടാവോ? ഉണ്ടാവോ? ഞാൻ പറയട്ടെ, ഒരു 5 കൊല്ലം തുടർച്ചയായി റബ്ബിലേക്ക് മാത്രമായിട്ട് ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒറ്റ ദർഗയും പിന്നെ ഉണ്ടാവില്ല. ഒരൊറ്റ ദർഗയും കേരളത്തിലുണ്ടാവില്ല. ശരിക്കും പണ്ട് പ്രസംഗിച്ചപ്പോ അത് ഞാൻ ഇവിടെ തന്നെ പ്രസംഗിച്ചു, ഈ പുത്തൻതാണി പരിസരത്ത്. അതെന്താ പറയുന്നത്? ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. എന്താണ്? ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. ദർഗയും സമസ്തയും സുഖമായി ഭവിക്കട്ടെ. അവിടെയുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസം ആചാരമായിട്ടാണ് ഇവരിവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന് വക്കാറത്ത് കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഭൂമിയെ അല്ലാഹ് വിരിപ്പാക്കിയതും ആകാശത്തെ നാട്ടു നിർത്തിയതും മഴ ചൊരിഞ്ഞു തരുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതും ഒക്കെ റബ്ബാന്ന് പറഞ്ഞു. എന്നിട്ടോ അവർ അന്നത്തെ സമസ്ത നേതാക്കന്മാർ, പുരോഹിതന്മാർ, അവര് ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് എന്താ അവര് പറഞ്ഞു? ഇന്നത്തെ ഉസ്താദുമാര് പറയുന്ന പോലെ തന്നെ എന്റെ ഞാൻ ഖുർആൻ നാട്ട ഉദ്ധരിക്കുന്നത്, എന്റെ വകയല്ല. 71-ാം അധ്യായം 23-24 വചനം. എന്താ വചനം? വഖാലു لا تذرن هاليتكم ولا تذرن ودا ولا سواء ولا يغوث ويهوك ونسرا. എന്താ അവരുടെ നേതാക്കന്മാര് പറയുന്നത്? അന്നത്തെ സമസ്ത ഉസ്താദ്മാര് പറയുന്നത്, നിങ്ങളുടെ ഈ വദ്, ഈ 5 ഇലാഹുകളെ, ഈ ഔലിയാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യഹൂക്കിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ശരിക്ക് ചിന്തിക്ക്. സമസ്തയുടെ ദൈവത്ത് എന്താ? സമസ്തയുടെ ദൈവത്ത് എന്താ? റമദാനിലെ ഇവിടെ നിഷാദ് സലഫി ബദരീങ്ങളാണ്ട് ക്ഷണിച്ചു. ശരിക്കും ബദരീങ്ങൾ ദുആ ചെയ്ത് പഠിച്ചവനോടാ. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. പടച്ചവനോട് ഇസ്തിഗാസ നടത്തി. നിങ്ങളോ ബദർ ദിനത്തിൽ ബദരീങ്ങളോട് ഇസ്തിഗാസ. ഇതിനെവിടെയാ തെളിവ്? ഈസാ നബിയെ കുരിശിലേറ്റുമ്പോ ഈസാ നബി പറയുന്ന, കർത്താവേ കർത്താവേ, കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങനിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മ സബക്താനി. മാർക്കോസിന്റെ, മത്തായിയുടെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ പ്രാർത്ഥന. യേശുവിനെ കുരിശിലേറ്റിയപ്പോ യേശു പ്രാർത്ഥിച്ചത് പടച്ചവനോടാണ്. പക്ഷേ ക്രിസ്ത്യാനികളോ യേശുവിനോടാ പ്രാർത്ഥിക്കുന്നത്. ബദരീങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. കാന്തപുരത്തിന്റെ മകൻ പ്രാർത്ഥിക്കുന്നതോ ബദരീങ്ങളോടാണ്. നോർഡർ സിറ്റിയുടെ പ്രതിസന്ധിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോ അപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. കണ്ടോ, ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ദുരന്തം നമുക്ക് സംഭവിച്ചു. ക്രിസ്ത്യാനികൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മുക്കൂട്ട് ദൈവ. നമുക്കോ 313 ദൈവ. ഏറ്റവും മോശായ ചിന്തിക്ക്. അവര് ജോർജ് വന്നിട്ട് ചോദിക്കുകയാണ് കാന്തപുരം ഉസ്താദിന്റെ മോനോട്, നിങ്ങൾ ബദരീങ്ങളെ പ്രാർത്ഥിച്ചു എന്നൊരു ക്ലിപ്പ് കണ്ടു. നിങ്ങൾ 313 ആളുകളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ 3 ആളോട് എന്നെ വിളിച്ചിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ സങ്കല്പം തന്നെ വെച്ചപ്പോ അല്ലാഹ് പറയണെന്നറിയോ? ലഖദ് കഫറല്ലദീന. നോക്കൂ, അല്ലാഹ് പറയാണ്, അവർ സത്യനിഷേധികളായിരിക്കുന്നു. ആര്? ക്രിസ്ത്യാനികൾ. എന്താ കാരണം? അല്ലാഹു മൂവരിൽ ഒരുവനാണ്. നിങ്ങളോ 313 ഇലാഹുകളുടെ കൂടെ വേണമെങ്കിൽ ഒരു പടച്ചോൻ. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. വേണമെങ്കിൽ ഒരു പടച്ചോൻ, എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കുന്ന ഒരു പടച്ചോൻ. ഇത് സത്യമല്ലേ കൂട്ടരെ? ഞാൻ ഒന്നുകൂടി ഇതിനെ അരക്കെട്ടുറപ്പിക്കുന്നു. അടുത്ത വാചക, അവർ അനേകരെ വഴിതെറ്റിച്ചു. എങ്ങനെ? വിശുദ്ധ ഖുർആൻ 24-ാമത്തെ വചനം 71-ാം അധ്യായത്തിൽ പറയുന്നത് ഔലിയാക്കളെ
വക്കാറത്ത് കാണിച്ച് ഔലിയാക്കളെ പിന്നാലെ പോയ, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിയ, ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ നടത്തിയ ജനതയെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? അവർ ധാരാളം ആളുകളെ ഹിദായത്തിലാക്കി എന്നല്ല, വഴി പിഴപ്പിച്ചു. പിന്നെയോ അക്രമികൾക്ക് വഴികേടല്ലാതെ എന്തു വർദ്ധിപ്പിക്കാനാണ്? അത് മാത്രമാണ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ കുറിച്ച് തീർത്തു പറയുന്നു, അത് വഴികേടാണെന്ന് ഖുർആൻ പറയുന്നു. തീർന്നില്ല. എന്നെ ആശ്ചര്യപ്പെടുത്തി എന്തറിയോ? ഔലിയാക്കളെ 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി നൂഹ് നബി ഉപയോഗിച്ച പദം കാഫിറുകൾ എന്നാണ്. സമസ്തക്കാരെ നിങ്ങൾക്ക് നേരം എടുക്കാത്തത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ശരിയോ തെറ്റോ? ഔലിയാക്കളെ തെരഞ്ഞെടുത്ത് അല്ലാഹുവിലേക്ക് എത്താനാണെന്നും പറഞ്ഞ് ഔലിയാക്കളെ വിളിച്ച് സഹായം തേടുന്ന, ഇസ്തിഹാസ നടത്തുന്നവരെ പറ്റി മഹാനായ നൂഹ് നബി പറയുന്നത് എന്തറിയോ? ആ വാചകം കേട്ടോളി. വഖാല നൂഹ് പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, എന്റെ റബ്ബേ, ഭൂമിയിൽ 5 ഔലിയാക്കളുടെ പിന്നാലെ പോയ ഈ സത്യനിഷേധികളെ, ഈ കാഫിറുകളെ നീ ഭൂമുഖത്ത് അവശേഷിപ്പിക്കല്ലേ. അടുത്തതോ, ഇന്നക ഇൻ തദറുഹു യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. നീ അവരെ വിട്ടേച്ചാൽ, ഔലിയാക്കളെ പിന്നാലെ പോയ ഈ ജനതയെ നശിപ്പിക്കാതെ നീ വിട്ടേച്ചാൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരെ വഴിതെറ്റിക്കുന്നതാണ്. അതുപോലെ നിന്നോട് നന്ദി കേട് കാണിക്കുന്ന ആളുകളെയും അവരുണ്ടാക്കും പടച്ചോനെ. എനിക്ക് ചിന്തിക്കാം, ഇത് സൂറത്ത് നൂഹിലുള്ള APK സുന്നിയുടെ കയ്യിലെ ഖുർആനിലും തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആനിലും ജമാഅത്തെ ഇസ്ലാമിന്റെ ഖുർആനിലും NDFന്റെ ഖുർആനിലും എല്ലാവരുടെ ഖുർആനിലും സൂറത്ത് നൂഹുണ്ട്. ഈ നൂഹിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലാത്ത എന്തൊരാശയമാണ് സഹോദര കിട്ടാനുള്ളത്? അവസാനത്തെ പറയുന്നത്, റബ്ബി ഉഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനാത്ത്. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു തരണേ എന്നാണ് അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ സൂറത്തു നൂഹിലൂടെ ഒരു ഔലിയാക്കളെ പിന്നാലെ പോകുന്ന, ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ പഠിപ്പിച്ചതേയില്ല. ഇനി ഒരു കാര്യം വേറെ ചിന്തിച്ചോ, ഈ നൂഹ് നബി അലൈഹിസ്സലാം മഹാനല്ലേ? ആണ്. ആ നൂഹ് നബിയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട്, ആ നൂഹ് നബിയെ കപ്പലിൽ രക്ഷപ്പെടുത്തി പറഞ്ഞുകൊണ്ട്, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയ ഞാനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞുകൊണ്ട്. പക്ഷെ മൊയ്തീൻ ഷേഖ് പറയുന്നത് നൂഹ് നബിന്റെ കപ്പലിന്റെ ഉള്ളം കയ്യിലായിരുന്നു. അതാണ് നൗഷാദ് അൽസനി പറയുന്നത്. ഇബ്രാഹിം നബി പോലും പറഞ്ഞു എന്റെ ഉള്ളം കയ്യിലാണ് നൂഹ് നബിന്റെ കപ്പൽ. എന്താ പറയാത്ത? അതല്ലാത്തോണ്ട് തന്നെ അല്ല പറയുന്നത് എന്റെ മേൽനോട്ടത്തിലാണ് അതിന്റെ നിർമ്മിതി നടന്നതും എന്റെ മേൽനോട്ടത്തിലാണ് അത് സഞ്ചരിച്ചതും എന്നാ പറയുന്നത്. അല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖാണ്. അപ്പൊ ഇതൊരു ധിക്കാരമല്ല. നിങ്ങൾ ചിന്തിക്കും, ഇതൊരു ധിക്കാരമല്ല, സത്യത്തിലല്ലേ? അല്ല ഖുർആനിൽ പറയുന്നത് എന്റെ മേൽനോട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കിയത്, എന്റെ മേൽനോട്ടത്തിൽ ആ കപ്പല്, എന്റെ ഇടപെടലിലൂടെയാണ് ആ കപ്പല് മുന്നോട്ട് പോയത്. മൊയ്തീൻ ഷെയ്ഖ് അല്ല, എന്റെ ഇടപെടലിലൂടെയാണ്. ഇതിലേതാ സ്വീകരിച്ച്? മൊയ്തീൻ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹം മഹാനായ, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എത്ര ഇലാഹാണ് എന്ന് അദ്ദേഹം ചോദിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് വിചാരികളെ, ആവേശമാണെന്ന് വിചാരിക്കരുത്. നമ്മളെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ? നമ്മുടെ ഇളയമ, നമ്മുടെ മുത്തുമ്മ, നമ്മുടെ കുടുംബത്തിൽ എത്ര ആള് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന് ചിലപ്പോൾ AP സുന്നിപ്പെട്ടായിരിക്കും. എനിക്കതിനോട് വിയോജിപ്പില്ല കേട്ടോ, അത് വേറെ വിഷയം, എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യരുതെന്ന് പറയുന്ന, കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് തൗഹീദുള്ളവരെ കല്യാണം കഴിക്കണം, ശിർക്കുള്ളവരെ കല്യാണം കഴിക്കരുതെന്ന് അല്ലാഹു തീർത്തു പറഞ്ഞു. മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നത് പച്ച ശിർക്കാണ്. അത് വിളിക്കുന്ന ഒരു പെൺകുട്ടിനെ ഒരു മുജാഹിദ് കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവരാൻ പാടില്ല. കാരണം അല്ലാഹു പറഞ്ഞ ഖുർആനെതിരാണ്. സൂറത്ത് ബയ്യിനയുടെ 5-ാമത്തെ വചനത്തിൽ പറയുന്നത് ദീനുള്ള കുട്ടിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ മാത്രം വിളിക്കലാണ്. ഖുർആനും പറഞ്ഞു അല്ലാഹനെ മാത്രം വിളിക്കലാണ് ഇബാദത്ത്. അതാണ് ദുആ. അദ്ദുആ ഹുവൽ ഇബാദ. സുമ്മ ഖറ ഫഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. ദുആ ആണ് ഇബാദത്ത്. അത് അല്ലാഹനോട് മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദർശം ഒന്ന് കണിച്ചു പഠിക്കണം. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് പറഞ്ഞെന്താ? യാ ബത്തി, എന്റെ ഉപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ
വലാ യുബസിറു വലാ യുഗ്നി അൻക ശൈഅ. ഇബ്രാഹിം നബിക്ക് മുമ്പ് കുറെ നബിമാര് കഴിഞ്ഞോട്ടില്ലേ, മരിച്ചുപോയിട്ടില്ലേ? അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടെന്നും അവരോടും തേടാമെന്നും അങ്ങനെ ഒരു തേട്ടേയില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു നബിയും അങ്ങനെ ഒരു ആശയം പ്രസംഗിച്ചില്ലല്ലോ. ഇന്നത്തെ ഉസ്താദ്മാര് പ്രസംഗിക്കുന്ന പോലെ ഒരു ആശയം എന്തുകൊണ്ട് അവരാരും പ്രസംഗിച്ചില്ല? വേണ്ടെന്നേ, അള്ളാന്റെ ഖുർആനിൽ അള്ളാനെ വിളിക്കാവൂ എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നബിയെ മൊയ്തീൻ ഷേഖിനെ വിളിക്കാൻ പാടില്ല, അല്ലെ മരിച്ചുപോയ മരണപ്പെട്ടു പോയ വലിയനെ വിളിക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നബിയെ അത് വിളിക്കാൻ കുഴപ്പമില്ല, അള്ളാഹ് കൊടുത്ത കഴിവെന്നാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്ന അത് അള്ളാഹ് അങ്ങ് പറഞ്ഞ പോരെ. നമ്മളിങ്ങനെ തർക്കിച്ച് തമ്മിൽ തല്ലിക്കേണ്ട കാര്യം അള്ളാഹ് ഉണ്ടായിരുന്നോ? ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിന് തൗഹീദിന്റെ കാര്യത്തിൽ പോലും ക്ലാരിറ്റി ഇല്ലാന്നോ? അതിനുവേണ്ടി കുറെ മൊയ്ലിയന്മാര് വരണമെന്നോ? അതെന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ മൊയ്ലിയന്മാരെ വായ കൊണ്ട് പറയല്ലേ, സത്യത്തിലല്ലേ? നിങ്ങൾ ചിന്തിച്ചു, ഒരു തെളിവുണ്ടായിട്ട് പറയാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലോ. ഒരു കാര്യം ഉറപ്പല്ലേ, നബിക്ക് ശേഷം ഒരു നബി ഉണ്ടായിട്ടില്ലല്ലോ. നബിയുടെ മുമ്പല്ലേ എല്ലാ നബിമാരും. എന്തൊക്കെ ക്വാളിറ്റികളുണ്ടോ ആ ക്വാളിറ്റികളുള്ള മുഴുവൻ നബിമാരും ഒരു സംശയമൊക്കില്ലല്ലോ. നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബി ഖബറിൽ നമ്മുടെ കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പകരാസന സീഎം മടവൂര് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ ലോകം മുഴുവനും കണ്ടു കിടക്കുകയാണ്, അറിഞ്ഞു കിടക്കുകയാണ്, നിയന്ത്രിച്ച് കിടക്കുകയാണ്. ലോകത്ത് എവിടൊക്കെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ടോ അത് ഒന്നശ്രദ്ധമായാൽ, ആര് സീഎം മടവൂര് ഒന്നശ്രദ്ധമായാൽ പ്ലെയിനുകൾ കൂട്ടിയിടിക്കും, സംഭവിക്കും. അപാരമായ യക്കീനാണ് അയാൾ. സത്യമാണ്, കുഫറിൽ ഇത്ര യക്കീനുള്ള ഒരു പടപ്പിനെ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരി പഠിച്ചിട്ട് ഞാൻ പറയാം. ലോകത്ത് ഒരു പ്രാസംഗികനായത് മുതൽ ഇന്നോളം കുഫർ മാത്രം ജീവിതത്തിലൊരിക്കൽ റബ്ബിനോട് നന്ദി കാണിക്കാത്ത ഒരു നിരീശ്വരവാദി പോലും ചിലപ്പോൾ അബദ്ധത്തിൽ പടച്ചോനെ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാത്തൊരു പടപ്പിന്റെ പേരാണ് പകരാസനി എന്ന് പറയുന്ന ഒരു ജന്മം. ഞാൻ അദ്ദേഹത്തെ ദർശനത്തുന്ന നാട്ടിൽ പോയി ചാലിയത്ത്. അവിടുന്ന് ഞാൻ ചോദിച്ചു, അക്സനി റബ്ബിനെ കുറിച്ച് ഒരു മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ച ഒരു പ്രഭാഷണം ക്ലിപ്പായിട്ടിടാമോ? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേക്കണ്ട, നിങ്ങൾക്ക് ഞാൻ അള്ളാഹിനെ പറ്റി ഒരു മിനിറ്റും പ്രസംഗിച്ചിട്ടില്ല, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗത്ത് പോകാൻ അത് മതി. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? നമ്മൾ ചിന്തിച്ച പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹുലേക്ക് 24 മണിക്കൂറും ജനങ്ങളെ ക്ഷണിക്കുക. നമ്മളോ അത് മറന്ന് തന്നെ പോയിരിക്കുന്നു. അത് മറന്ന് ഏത് 18-ാം അധ്യായം എല്ലാ വെള്ളിയാഴ്ച ഓതുന്ന എന്താ ഇതിനർത്ഥം? മുജാഹിദുകളെ നമുക്കും അറിയില്ലട്ടോ, മനസ്സിലാക്കിക്കൂടെ കുറ്റപ്പെടുത്തുക എന്ന് വിചാരിക്കണ്ട. സ്വയം ശുദ്ധീകരിക്കാത്തോലൊന്നും നല്ലോലല്ല. ഇത് തെറ്റൊക്കെ മറ്റോൽക്കാണ് നമുക്കില്ല. നമുക്കുള്ള ഏറ്റവും വലിയ തെറ്റെന്തറിയോ? ഈ വയ്യുന്തിറല്ലദീന ഖാലു തഖദല്ലാഹു വലദന്റെ അർത്ഥം പഠിച്ചില്ല മുജാഹിദുകൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ ക്രിസ്ത്യാനിനോട് ഓന്റെ വിശ്വാസം ശരിയല്ല എന്ന് പറയാൻ അള്ളാഹ് നമ്മളോട് പറയാ? നമ്മൾ എത്ര പേര് പറഞ്ഞു ക്രിസ്ത്യാനിന്റെ വിശ്വാസം ശരിയല്ലെന്നും അതിനെതിരെ താക്കീത് കൊടുക്കേണ്ടവരാണെന്ന് വരാണ്. അല്ലാതെ ക്രിസ്മസ് ട്രീ വെക്കല്ല, അവിടെ പോയിട്ട് അവലെ നക്ഷത്രം തൂക്കല്ല, പിന്നെ അവരോട് പോയി പറയത് തൂക്കരുത്, ഇത് ശരിയല്ല, ബൈബിൾ പ്രകാരം ശരിയല്ല. നമ്മളെ പറയുന്നോ? ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. സ്വർഗം പ്രയാസമുള്ള കഴുത്ത എത്ര കഴുത്തുകൾ അരിഞ്ഞിരുന്നു പ്രവാചകന്മാരുടെ. എന്തിന്? പച്ച തൗഹീദ് പറഞ്ഞത്. അങ്ങോട്ട് അരിയല്ല, ഇങ്ങോട്ട്. മുസ്ലിങ്ങൾ അങ്ങോട്ടല്ല, യഥാർത്ഥ മുസൽമാന്റെ കഴുത്ത് ഇങ്ങോട്ട്. അല്ലേ? പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു മുസ്ലിമിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ആയുസ്സിനിടയിൽ ഒരു പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെ മുസ്ലിമിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 28-ലധികം മുസ്ലിങ്ങൾ പശു ആരാധകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. അപ്പൊ വിഷയം ആർക്കാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി പോയി, അബൂജഹൽ പോയില്ല. മക്കയിൽ ഈ ജീവിക്കരുത് എന്ന് നബി പറഞ്ഞില്ല, നബിയോട് അവര് പറഞ്ഞു. അപ്പൊ നമ്മളെ സ്വന്തം നാട്ടിൽ ജനിച്ച് സുഖമായിട്ട് തിന്നും കുടിച്ചും ജീവിച്ചു മരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ്. എനിക്ക് സംശയമുണ്ട്, ആണോ അല്ലേ? സുഖലോലുപന്മാരാണ്. ഒന്ന് പറഞ്ഞു നോക്ക്, റോട്ടിലിറങ്ങി തൗഹീദ്.
ക്ഷേത്രത്തിന്റെ അങ്ങനത്തെ കയറിയോട് തൗഹീദ് പറഞ്ഞു നോക്ക്, ചർച്ചിന്റെ മുറ്റത്ത് നിന്ന് തൗഹീദ് പറഞ്ഞു നോക്ക്. പറയാ എന്താ ഉണ്ടാവുക? ആ തൗഹീദ് ഇവിടെ പറയുന്നുണ്ടോ അല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ആകാശഭൂമികളുടെ നാഥനെ സാക്ഷി നിർത്തി ആ റബ്ബിന്റെ എളിയ അടിമ ഈ സദസ്സിൽ വെച്ച് ചിന്തിക്കും. ഗൗരവമായ ആലോചന. അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഈ സാധുക്കൾ നമുക്കെതിരെ പറയും, ഞങ്ങൾക്കിത് പറഞ്ഞു തന്നില്ല. 38 വർഷം സ്കൂളിൽ തന്റെ കൂടെ ജോലി ചെയ്ത ജോർജിനോട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തിൽ അത് പറയുന്നില്ല, അർത്ഥമില്ല സുഹൃത്തുക്കളെ. നാളെ ഞങ്ങളുടെ ക്രിസ്മസ് ആണ്, ആഘോഷാണ്, ആയിക്കോട്ടെ നടക്കട്ടെ, ഉഷാറാക്ക് എന്നാണ് ഒരു മുജാഹിദ് അവനോട് പറയണമെങ്കിൽ നിനക്ക് അവനോട് സ്നേഹമില്ലടോ, നിനക്ക് അവനോട് സ്നേഹമില്ല. മനസ്സിലായി? മുത്താബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി ഓടിയത് സ്നേഹമുള്ളത് കൊണ്ടാ. നബിയെ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹമല്ല. അതുകൊണ്ടാണ് ഒരു ബൗദ്ധ വിശ്വാസി മരിക്കാൻ കിടക്കുമ്പോൾ പോകാത്ത. അതുകൊണ്ടാണ് നമുക്ക് സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ പോകും. കാരണം ഈ ദുനിയാവിനപ്പുറത്തൊരു ലോകമുണ്ട് എന്നുള്ളത് പ്രസംഗിച്ച് പോക്കറ്റ് പൈസ ഇടാനുള്ളതല്ല. ഞാൻ അധികം പറഞ്ഞ് ചൊടിപ്പിക്കുകയും ബേജാറൊക്കെയും ചെയ്യില്ല. പക്ഷെ വസ്തുത ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പാനോട്, ബാപ്പാ നിങ്ങളെ വിളിക്കുന്ന ആളുകളെ ഞാൻ വിട്ടൊഴിഞ്ഞു പോകുന്നു വാപ്പ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ. എന്നെ അത്ഭുതപ്പെടുത്തുക. ആ 46, 47 വചനം 19-ാം അധ്യായം സൂറത്ത് മറിയമില്ല 46, 47 ഇബ്രാഹിം നബി പറയുന്നത് എന്താ? ഞാൻ അല്ലാഹനെ മാത്രമേ വിളിക്കുള്ളൂ, നിങ്ങളെ വിളിക്കുന്ന പോലെ ഒന്നും ഞാൻ വിളിക്കൂല. എന്താ അങ്ങനെ? എന്നാ പറയേണ്ടത് എന്താ? ഞാൻ അല്ലാഹനെയും വിളിക്കും, അല്ലാഹ് കഴിവ് കൊടുത്ത മരിച്ചുപോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കും. അതാണ് ദീൻ എന്നല്ല പറയേണ്ടത്. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഫത്താവ മുഹീസുന്ന 38-ാമത്തെ പേജ് വന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? അനുവദനീയമാണ്. ഖുർആനിലും സുന്നത്തിലും അതുണ്ട്. എന്തൊരു നുണയാണ് ഇത്! മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകത്തിൽ പറയുന്നതറിയോ? അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും ഇതുവരെ പറയില്ല. അപ്പൊ കാന്തപുരത്തിന്റെ മോൻ പറഞ്ഞതോ, തങ്ങൾ പറഞ്ഞതോ, ഇവരൊക്കെ എഴുതിയതോ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ള ഇബ്ലീസിന്റെ വാദമാണെന്ന് ആഷിം നൈമി എഴുതിയതോ വഴിവിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ കീലത്ത് മുഹമ്മദ് വാഷിക്ക് മാത്രം നന്നാ ദേഷ്യം പിടിക്കും. എന്നിട്ട് കീലത്ത് പറയും വഹാബികൾക്കൊരു മാത്രവും മൊറാർജിക്കൊരു മൂത്രവും. അതെന്ന് ജീവിച്ചിരിപ്പിണ്ട്, പൂർണ്ണ കിടപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീലത്ത് മുഹമ്മദ് വാഷി കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഓടി നടന്ന് സമസ്തയിൽ പ്രസംഗിച്ച ഒരാളാണ് കീലത്ത് മുഹമ്മദ് വാഷി. അദ്ദേഹം പറയുന്നത് വഹാബികൾക്കൊരു മാത്രവും മൊറാർജിക്കൊരു മൂത്രവും. അപ്പൊ അല്ലാഹ് ഖുർആനിൽ പറയണം 39-ാം അധ്യായം 45-ൽ മാത്രം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന ചിലരുണ്ടോ? അള്ളാന്റെ കൂടെ അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നേരെ മറിച്ച് അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കുന്നു. ഖുർആന 39-45. അതും സമസ്ത ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആന്റെ വചനമാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അപ്പൊ ജിബ്രീൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ സഹായം ആവശ്യമുണ്ടോ? ഒരു മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ സഹായം ആവശ്യമുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി പറയുകയാണെന്ത്? നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എന്റെ റബ്ബ്. സാന്ദർഭികമായി ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാം. നമുക്ക് തിരൂരടുത്ത് BP അങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തിരൂരടുത്ത് BP അങ്ങാടി ആന ചവിട്ടി മരിച്ച് കഴിഞ്ഞ മുമ്പത്തെ വർഷം ആന ചവിട്ടി മരിച്ചല്ല നേർച്ച. ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാവും. അത് വരുമാന കേന്ദ്രമാണ്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അവിടുത്തെ BP അങ്ങാടി ഷെയ്ഖിനെ ആരാധിക്കാനാണ് അവിടെ ആളുകൾ വരുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു പള്ളിക്ക് സ്ഥലം എടുക്കുകയും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫാസിൽക്കയുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ എടുത്തുകൊണ്ട്, ആരോഗ്യത്തിന് ചെറിയ പ്രശ്നമുള്ള അദ്ദേഹത്തിന്റെ മകനെ എടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ആ കുട്ടി സദസ്സിലുണ്ട്. വളരെ പ്രസിദ്ധനാണ്. അള്ളാഹ് ഒരുപാട് ബുദ്ധി ഏറ്റി കൊടുക്കേണ്ട മകനാണ്. ശരീരത്തിനപ്പുറത്താണല്ലോ ഹൃദയവും ആത്മാവും. അത് മതിയല്ലോ മനുഷ്യന് സ്വർഗം കിട്ടാൻ. അത് മതി. അബ്ദുല്ലാഹി മസ്ഊദിന്റെ കാല് വളരെ ദുർബലമായിരുന്നു, വളരെ ക്ഷീണിതനുമായിരുന്നു. സ്വർഗത്തിലെ ഏറ്റവും ഘനം തൂങ്ങുന്ന കാല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ദർഗയുടെ മുറ്റത്ത് നമുക്കൊരു തൗഹീദിന്റെ പള്ളി, സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഒരു പള്ളി, അള്ളാഹനെ മാത്രം ഇബാദത്ത് എടുക്കുന്ന പള്ളി, നിശ്ചയം അള്ളാഹനെ മാത്രം വിളിക്കുന്ന പള്ളി. ആ അള്ളാഹിനോടൊപ്പം ശരിക്കും എന്താ അർത്ഥം? പള്ളി അള്ളാഹുവിൻ്റെതാണ്. അവിടെ
അവിടെ വെച്ച് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ വേറൊരാളെയും വിളിക്കരുത്. അള്ളാഹ്ക്കറിയാം പള്ളിക്കുള്ളിൽ ഖബർ വരുമെന്നും ഖബറാളികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹം ഉണ്ടാകുമെന്നും പള്ളിക്കുള്ളിൽ വെച്ച് ഖുതുബിയത്ത് നടക്കുമെന്നും 1000 വട്ടം മൊയ്തീൻ വിളിക്കുന്ന കൗമ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മഗ്‌രിബ് അള്ളാഹിനെ മാത്രം വിളിക്കുക. AP സുന്നികൾ KK സുന്നികൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുതുബിയത്തിൽ 1000 വട്ടം മൊയ്തീൻ വിളിക്കും. ഖുർആനിൽ എന്താ പറഞ്ഞ് 72-ാം അധ്യായം സൂറത്ത് ജിന്നിൽ 20 പള്ളി അള്ളാഹിന്റേതാണ്, അവിടെ വെച്ച് അല്ലാത്ത 18-ാമത്തെ വചനം പള്ളി അള്ളാഹുവിന്റേതാണ്, അവിടെ വെച്ച് വേറൊരാളെയും വിളിക്കരുത്. പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. നിങ്ങൾ ആലോചിച്ചു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു ചോദ്യമുണ്ട് അവിടെ. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ അറിയോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? പടച്ചോനെ, ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയത്തെ വിശാലാക്കണേ, വയസ്സിർ ലീ അംരി, ഞാൻ പറയുന്നത് മനസ്സിലാകണേ, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് തീർത്തു തരണേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകണം, എന്റെ കാര്യം എളുപ്പമാക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു റബ്ബിനോടാ. ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് തൗഹീദ് പറയാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച റബ്ബിനോടാ. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുസ്ലിംമാര് മൊയ്തീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങി. അവിടെ CP ഉമർ സുല്ലമി ഏത് പാട്ടാ പാടിയെന്നറിയോ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ സ്വദ്ദഖ്നാ വലാ സ്വല്ലൈനാ എന്ന പാട്ട് പാടിയിട്ടാണ് പിന്നെ ഉമർ സുല്ലമി തുടങ്ങി. CP ഉമർ സുല്ലമി തുടങ്ങി. അങ്ങനെയാണ് മറുഭാഗത്ത് മൊയ്ലിയാർ തുടങ്ങി മൊയ്തീൻ ശൈഖിനെ വിളിച്ചിട്ടാണ്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയ വരി ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് CP ഉമർ സുല്ലമി തുടങ്ങി. നിങ്ങളോ നബി ചൊല്ലിയിട്ടില്ല, സ്വഹാബത്ത് ചൊല്ലിയിട്ടില്ല, താബീങ്ങൾ ചൊല്ലിയിട്ടില്ല, താബിങ്ങൾ ചൊല്ലിയിട്ടില്ല. അവരാരും ചെല്ലാത്ത നിങ്ങളുടെ വക മൊയ്തീൻ ശൈഖിനോട് സഹായം തേടിക്കൊണ്ടാണ് മൊയ്തീൻ ശൈഖെ ഞങ്ങളെ കൈപിടിക്കണേ എന്ന് പാടിക്കൊണ്ടാണ് കൊട്ടപ്പുറത്ത് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടത്, നിങ്ങൾ ജയിക്കില്ലെന്നല്ല 23-ാം അധ്യായം 117-ാമത്തെ വചനം. അല്ലാത്തവരെ വിളിക്കാൻ അവർക്കൊരു തെളിവുണ്ടാവില്ല. നബി ഒരു തെളിവും കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് അവിടെ പറയണമെന്നറിയോ? അങ്ങനെ തെളിവുണ്ടാക്കി വരുന്ന ആ സത്യനിഷേധികൾ, ആ കാഫറുകൾ ഒരു സംവാദത്തിലും ജയിക്കൂല. വല്ലാത്തൊരു പ്രയോഗം അത്. 23-ാം അധ്യായം 117-ാമത്തെ വചന. അതും നമ്മൾ വായിച്ചില്ല. വായിക്കാത്തത് കൊണ്ട് ആ മേഖലയും നമുക്കറിയില്ല. ഇനി ഫിറൗന്റെ കൊട്ടാരത്തിലെത്തി, ഫിറൗന്റെ അടുത്തെത്തി മൂസാ നബി അള്ളാഹിനെ പരിചയപ്പെടുത്തുക. സത്യം ഞാനും വിചാരിക്കുകയാണ്, ഫിറൗന്റെ കൊട്ടാരത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബീന്റെ മഹത്വം, ഇബ്രാഹിം നബീന്റെ മഹത്വം, നൂഹ് നബീന്റെ മഹത്വം, ആദം നബിയുടെ മഹത്വം, ഇദ്രീസ് നബിയുടെ മഹത്വം, ഇതൊന്നും മൂസാ അലൈഹിസ്സലാം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഫിറൗൻ ഇങ്ങനെ ചോദിച്ചു, ഫമൻ റബ്ബുക്കും മായാ മൂസാ, നിങ്ങൾ രണ്ടാളും പറയും നീ റബ്ബാരാ മൂസ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അവർ രണ്ടുപേരും കൊട്ടാരത്ത് പറഞ്ഞത് എന്ത്? റബ്ബിനെ കുറിച്ച്. ഞാൻ ഉദാഹരണം പറയാം. കാന്തൂർ AP മുസ്ലിയാർ നരേന്ദ്രമോദിനെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിട്ട് വലിയ ബന്ധം. ഗുജറാത്തികളുമായി കാന്തപുരത്തിന്റെ മകന് ബിസിനസ് ബന്ധമുണ്ട്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ പരിശോധിച്ചോ. വലിയ ബന്ധം കേന്ദ്രവുമായിട്ടും വലിയ ബന്ധം കേരളവുമായിട്ടുണ്ട്. കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ ഒരു പ്രത്യേകത, അവരെ ഭരണകൂടവുമായി ഭയങ്കര ബന്ധത്തിലായിരിക്കും. അതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ? അവരുടെ കൂടെ ആയിരിക്കും ഭൂരിപക്ഷ മതസമൂഹം. അതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി കേരളവും, ആ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി കേന്ദ്രവും അവരോടൊപ്പം നിൽക്കും. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാന്തപുരത്തിന്റെ മോനോ കാന്തപുരോ നരേന്ദ്രമോദിനോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിനോട് പറയുന്നുണ്ടോ? വല്ലാഹിൽ അദീം, എനിക്കൊരു മിനിറ്റ് കിട്ടിയാൽ യൂസുഫ് നബി പറയുന്ന പോലെ ഞാൻ പറയും, അർബാബും മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. അല്ലേ? 38, 39, 12-ാം അധ്യായം. യൂസുഫ് നബിക്ക് രണ്ടാളെ കിട്ടിയപ്പോൾ തൗഹീദ് പറഞ്ഞു പോലെ നമുക്ക് നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും ആരായാലും, ഞാൻ ഇരിക്കുന്ന ഒരു വേദിയിലോ അവരിരിക്കുന്ന ഒരു വേദി എനിക്കോ കിട്ടിയാൽ ഞാൻ അവരോട് തൗഹീദ് പറഞ്ഞിട്ട് അവിടെ നടക്കും. കാന്തപുരം പറയോ? പറയില്ല. കാരണം ആ തൗഹീദ് പറഞ്ഞ കാന്തപുരത്തിന്റെ സാമ്രാജ്യം പൊളിയും. കാന്തപുരം പറയില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നാളെ പറയോ നമുക്കറിയില്ല, ഭാവിയാണല്ലോ. വല്ല പശ്ചാത്താപം ഉണ്ടായി പറയോ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യം, ഇവിടെ ഫിറൗന്റെ ചോദ്യം എന്താ? ഫമൻ റബ്ബുക്കുമാ യാ മൂസാ, മൂസാ നീ പറയുന്ന റബ്ബാരാണ്? റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം നൽകുകയും അതിന്റെ ജനിതക കൂടുകളിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ സിസ്റ്റത്തെ സംവിധാനിക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. അപ്പോ ഫിറൗൻ ഒരു തന്ത്രം എല്ലാ കാലത്തും അങ്ങനെയാ. തൗഹീദ് നമ്മൾ പറയുമ്പോ
വലിയ തന്ത്രശാലികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. എന്താണ് ആ തന്ത്രം? ആ തന്ത്രം ഫിറൗനും പയറ്റി. എന്താ ഫിറൗന്റെ തന്ത്രം? ഫിറൗൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന റബ്ബിനെ മാത്രമേ വിളിക്കാവൂ എങ്കിൽ, ആ റബ്ബിനെയാണ് ആരാധിക്കണ്ടെങ്കിൽ, റബ്ബിനല്ലാത്ത വിളിച്ച ബാപ്പാരൊക്കെ മുശ്രിക്കാണോ കാഫിറാണോ? നമ്മൾ ഇന്ന് ചോദിക്കണ ആ സമസ്തക്കാര് ഓരൊക്കെ പൂർവികരൊക്കെ കാഫിറാ, നരകത്തില, 50 കൊല്ലം മുമ്പ് മൊയ്തീൻ ഷേനെ വിളിച്ചവരാ എന്ന് ഈ ചോദ്യം ആദ്യം ചോദിച്ച ഫിറൗൻ സഖാഫിയാണ്. ഫിറൗൻ സഖാഫിയാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത്. അതിന് മൂസാ നബിന്റെ മറുപടി എന്തറിയോ? ഖാല ഇൽമുഹാ, എന്റെ റബ്ബിന്റെ കിതാബിൽ അവരെ കുറിച്ചുണ്ട്. റബ്ബിന്റെ കിതാബിലുണ്ട്. ഞാനല്ല അവരെ കാഫറും മുശ്രിക്കാണ്. ആ പണി നമുക്കില്ല. എന്നത് ശിർക്കാണ്, എന്നത് കുഫ്റാണ്. അവിടെയും നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു നാടൻ മനുഷ്യൻ പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യാസീനിലുള്ള പോലെ തന്നെ ആ മനുഷ്യൻ പറയുന്നത്, എന്റെ റബ്ബ് അല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണോ മൂസാ നബി ഞങ്ങൾ കൊല്ലാൻ കളിക്കുന്നത്? അപ്പൊ ആ നാട്ടിൽ മൂസാ നബി പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താ? റബ്ബ് റബ്ബ്. അത് ഫിറൗനോടും പറയണം, അത് നരേന്ദ്രമോദിയോടും പറയണം. അപ്പോഴേ നമ്മുടെ ഇസ്ലാമിക സംഘടനയാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട ഒരു റബ്ബുണ്ട് എന്ന് പറയാത്ത കാലത്തോളം അമ്പിയാക്കളുടെ ദൈവത്ത് പൂർണ്ണാവുന്ന ഒരു സംഘടനയും വിചാരിക്കണ്ട. ഒരു സംഘടനയും വിചാരിക്കണ്ട. ഒരു സംഘടനയും വിചാരിക്കണ്ട. പൂർത്തിയാവുന്നു. എല്ലാം തികഞ്ഞു എന്ന് തോന്നണ്ട എന്നാണ് പറയുന്നത്. ഇനി മഹാനായ ഇബ്രാഹിം നബി നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയല്ലോ. അവിടെ ചെന്നപ്പോ എന്തുണ്ടായത്? അവിടെ ഈ റബ്ബ് എന്നിട്ട് ചോദിച്ചു, സൂര്യനെ അല്ല വിടുന്നു ഉതുപ്പി, നീ ഒന്ന് മറുഭാഗത്ത് ശരിയാക്കി. അവിടെയും ചർച്ച റബ്ബാണ്. സൂറത്ത് ബക്കറ എടുത്തു നോക്കി, 258, 259 എടുത്തു നോക്ക്. അവിടെ എല്ലാം റബ്ബിനെ കുറിച്ചാ ചർച്ച. എല്ലാ നബിമാരും എല്ലാ അമ്പിയാക്കളും ആ റബ്ബിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഇതാകുന്നു എന്റെ മാർഗ്ഗം, ഞാൻ നിങ്ങളെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നു, ഞാൻ നിങ്ങളെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നു, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റിയവരും. 12-ാം അധ്യായം 108-ാമത്തെ വചനം. هذا بلاء للناس ولينذروا به وليعلموا انما هو اله واحد. സൂറത്ത് ഇബ്രാഹിം 52-ാമത്തെ വചനം. അതിന്റെ അർത്ഥം 52 വചനേ ഉള്ളൂ അതിലെ. 52-ാമത്തെ വചനം എന്താ അറിയോ? ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള ഉത്ബോധന, 800 കോടി മനുഷ്യർക്കുമുള്ള ഉത്ബോധനം. നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ഭാസ്കരേട്ടന്റെ മോനെ സുരേന്ദ്രനോട്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സുമതിയോട്, ആ സൂപ്പർ മാർക്കറ്റിൽ താടി നീട്ടി നരിയാണിന്റെ മുകളിൽ തുണിയെടുക്കുന്ന മുജാഹിദേ, നീ തൗഹീദ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് സൂറത്ത് ഇബ്രാഹിമുമായി ബന്ധമില്ല. ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോയാൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അറിയോ? നമ്മളെ പറ്റി തന്നെയല്ല പറയുന്നത്, അങ്ങളെ പറ്റി തന്നെയാ. നിങ്ങൾക്ക് സംശയമുണ്ട്? ഞാൻ പറഞ്ഞു നിങ്ങളെ പറ്റി തന്നെയാ. അത് പറയാത്തവരെ പറ്റി തന്നെയാ. അതിൽ വിശ്വത്തിൽ ഒരാൾക്ക് അത് കൊള്ളുന്നുണ്ടോ എങ്കിൽ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു സംശയം വേണ്ട. അങ്ങോട്ട് ചെല്ലണ്ട റബ്ബിന്റെ അടുത്ത്. പടച്ചോനെ അല്ല പറയുന്നത് ഇത് നീ ഇതുകൊണ്ട് താക്കീത് കൊടുക്കണം, വലിയ അലമോ അവരെ മനസ്സിലാക്കി കൊടുക്കണം, അല്ല മാത്രാണ് ആരാധനക്കർഹനെന്ന് ഈ 800 കോടി മനുഷ്യരും അറിയണം. അത് നിന്റെ ബാധ്യതയാണ് എന്നാ അല്ല പറഞ്ഞത്. അതുകൊണ്ട് ഈ ചെറിയ ക്ലാസും തസ്കിയത്തൊക്കെ ആയിട്ട് കാലം കഴിച്ചു പോവാന്ന് വിചാരിക്കണ്ട. പബ്ലിക്കിലെ ദൈവത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നല്ല ദായിമാരുള്ള ഒരു കൂട്ടായ്മയാണ് വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷൻ. മുജാഹിദ് സ്ഥാനത്തിൽ എത്ര ദായിമാരുണ്ട്? ഞാൻ പലപ്പോഴും കേന്ദ്രമിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അവരുടെ വലിയ പ്രാസംഗികർ 23 വർഷമായിട്ട് ജിന്ന് എന്ന് പറയാത്ത ഒരൊറ്റ പ്രസംഗം, ഒരു നിക്കാഹ് ഖുതുബ പോലും ഇല്ല. ചിന്തിച്ചു നോക്കണങ്ങളെ, എന്തൊരു ഗതികേടാണല്ലേ. അള്ളാഹുവിലേക്ക് ഈ ലോകത്തെ ക്ഷണിക്കേണ്ടതിന് പകരം ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞ ദിക്ർ ചൊല്ലി കാലം കഴിച്ചു കൂട്ടുന്ന സമൂഹമേ, കേന്നമുകാരെ, നിങ്ങളും പടച്ചോന്റെ അടുത്ത് വരില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കരുത്? ആത്മാർത്ഥമായിട്ടാണ്. ഇനി ഒരു ലക്ഷ്യം പറഞ്ഞില്ല. ഈ പടച്ച തമ്പുരാൻ പറഞ്ഞതിനെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താ അറിയോ? അബൂ ഹുറൈറ, ഇത് കേട്ടോളിട്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു നടക്കും. ദീന് ഹദീസും ആയത്തും ഇങ്ങനെ കണ്ടടത്തിലൊക്കെ പറഞ്ഞു നടക്കും. അപ്പൊ അക്കാലഘട്ടത്തിലെ സ്വഹാബികൾക്ക് എന്നെ വലിയ തലവേദന. ഒരു എന്താണ് അബൂ ഹുറൈറ ഈ കേട്ടതും കണ്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക?
നിങ്ങൾക്ക് വെറും പണിയില്ലേ എന്ന് വെച്ചു. അതിന് അദ്ദേഹം ഓതിയ 2 ഖുർആന്റെ വചന അബൂഹുറൈറയേക്കാൾ അബൂഹുറൈറ പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറം ഇതൊക്കെ മൂടി വെക്കാൻ എനിക്ക് അബൂഹുറൈറ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് മൂടി വെക്കണില്ല? അദ്ദേഹം പറഞ്ഞു ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 159 160 അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പണിയെടുക്കില്ല. അതേതാ? ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഇത് തൗബ ചൊല്ലിയപ്പോൾ ബയ്യനു അല്ലട്ടോ. ശരിക്കും കേട്ടോളി, ഇതെന്താ പറയുന്ന അറിയോ? ഈ ആയത്ത് സൂറത്ത് ബഖറയിലാ. മുജാഹിദുകളെ എന്ന് പോയിട്ട് വായിച്ചാളി. ഇപ്പൊ എന്താ നിഷാദ് സൽഫി പറഞ്ഞേ? നോമ്പിന്റെ അന്ന് ഫസ്റ്റ് നോമ്പാട് നോറ്റാൽ ചിലപ്പോൾ ക്ഷണിച്ചു. നേരെ മറിച്ച് ഈ മാസത്തിലെ നോമ്പിലേക്ക് പ്രവേശിച്ചാലോ? തീർച്ചയായിട്ടും ഖുർആനോത്ത് പ്രവേശിച്ചാലോ? അങ്ങനെ വായിക്കേണ്ട ഒരു ഖുർആന്റെ വചനം പറയുന്നത്. അതായത് അല്ലാഹു വ്യക്തമാക്കിയ ഈ തൗഹീദ് ജനങ്ങൾക്ക് വിവരിച്ചു മുഴുവൻ ജനങ്ങൾക്കും ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ശപിക്കും. കോടി മലക്കുകൾ നിങ്ങളെ ശപിക്കും. കോടി മനുഷ്യർ നിങ്ങളെ ശപിക്കും. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ശാപം, കോടിക്കണക്കിന് മലക്കുകളുടെ ശാപം, കോടിക്കണക്കിന് മനുഷ്യരുടെ ശാപം ഏറ്റുവാങ്ങും ആർക്ക്? അള്ളാഹുവിന്റെ തൗഹീദ് മറച്ചു വെക്കുന്നവർക്ക്. എന്നിട്ട് എന്താ പിന്നെ ഖുർആൻ പറഞ്ഞു? ഇല്ലല്ലദീന താബു ഫസ്ലഹു വബയ്യനു. പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കുകയും തൗഹീദ് പച്ചക്ക് പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അല്ലാഹു പുറത്തു തരും. കിട്ടേണ്ട കയ്യിലുണ്ട് എമ്പാടും. അബൂഹുറൈറ റളിയല്ലാഹു പറഞ്ഞാൽ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മനസ്സിലാക്കിയത് ജനങ്ങളോട് പറയണം. സുഹൃത്തുക്കളെ, നമ്മൾ പരിശുദ്ധ റമദാന്റെ പടിവാതിക്കലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു പറയുന്നു സൂറത്ത് ഖമറിൽ 4 സ്ഥലത്ത് 17, 22, 32, 40, 54 അധ്യായം. നിങ്ങൾ എന്താ ഖുർആൻ പഠിക്കാത്ത? ഖുർആൻ പഠിക്കുന്നവർക്ക് ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു അല്ലേ? വേറൊരു സ്ഥലത്ത് അവരെന്താണ് ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? അവർ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണെന്ന് അല്ലാഹു ചോദിക്കണേ. സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ വചനം, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17-ാം അധ്യായം 82, 81, 82. ഈ ഖുർആൻ ഇറക്കിയത് നിങ്ങൾക്ക് ശിഫയായിട്ടാണ്. ഖദ് ജാഅതുകും ബസായിറു മിർ റബ്ബിക്കും. നിങ്ങളെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഖുർആനുമായി നല്ലൊരു ബന്ധം നമുക്കുണ്ടാവണം. സുന്നത്തുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകണം. സച്ചരിതരുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. ഈ അഹ്ലു റമദാനിൽ 2 പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു. മാഷാ അല്ലാഹ്. 2 പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, പൂർണ്ണമായി പ്രമാണങ്ങളിൽ ഒതുങ്ങി. ഞങ്ങളിവിടെ ഞങ്ങളുടെ നേതാവ് PN-ന്റെ ഫളായിൽ പറയാ, അല്ലെങ്കിൽ TK അഷ്റഫ് സാഹിബിന് ഫളായിൽ പറയാ. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇന്ന് കേരളത്തിൽ 2 വ്യക്തികളുടെ ഫളായിൽ പറയാണേ പറയേണ്ട 2 ആളെ ഞാൻ പറഞ്ഞ പേരുകൾ. പക്ഷേ ഞങ്ങൾ അവരെ ഇരുത്തിയോ ഇരുത്താതെയോ അവരുടെ ഒരു ഫളായിലും പറഞ്ഞ് പൊക്കിയടിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. കാരണം അത് അവരുടെ പുണ്യം കുറയും. അവരത് ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾക്കറിയാം. മുഖസ്തുതി പറയുന്നവരുടെ മുഖത്ത് മണ്ണ് വരിടാനാ. അങ്ങ് ഉള്ളാളത്ത് നിന്ന് തുടങ്ങി കേരള യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോ ഉസ്താദിന്റെ പോലീസ് എല്ലാവർക്കും അറിയാം. അള്ളാഹിനെ പറ്റി ഒറ്റ സദസ്സിൽ പോലും, ഒരു മുസ്ലിം ഇരിക്കുന്ന സദസ്സിൽ പോലും റബ്ബിനെ പരിചയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ മതം ലോകരുടെ മതമാണ് എന്ന് പറയാൻ ഉസ്താദിനും ടീമിനും കഴിഞ്ഞില്ല. എന്തേ കഴിയാത്തത്? ആലോചിക്കണം. എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ കേരള യാത്രയിൽ കിട്ടി. പറഞ്ഞോ തൗഹീദ്, പറഞ്ഞോ ആഖിറം, പറഞ്ഞോ സ്വർഗം, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു മനുഷ്യരെ എന്ന് പറയാൻ ഉസ്താദിന് കഴിഞ്ഞോ? മറിച്ച് ഉസ്താദിന്റെ പൊക്കിയടി അത് ഉസ്താദ് ആനന്ദത്തോടെ ഏറ്റുവാങ്ങി എന്നതല്ലാതെ അങ്ങനെയുള്ള വാചകത്തിന് ഞാൻ അർഹനല്ല എന്ന് പോലും പറയാൻ തയ്യാറായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിക്കും മനസ്സിലാക്കുക, ഈ അഹ്ലു റമദാൻ അഖീദ ക്ലിയർ ചെയ്യുന്ന, ഈമാനിൽ ദുൽമ കലരാതിരിക്കാൻ, അതാണല്ലോ 8-ാം അധ്യായം 108-ൽ പറഞ്ഞത്. ഈമാനിൽ ദുൽമ കലരാതിരിക്കാൻ, ഈമാനഹും ബിദുൽമിൻ, ഈമാനിൽ ദുൽമ കലരരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന. സഹോദരങ്ങളെ, ഇത് സംഘടിപ്പിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നേരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ സംഘടിപ്പിച്ചത്. അവരെന്നോട് പറഞ്ഞ വിഷയമാണ്. ഞാനിവിടെ ഇതിന്റെ സംഘാടകൻ പ്രമുഖനായ ഒരാളെനിക്ക്
കൃത്യമായ ഒരു നോട്ട് തന്ന് പ്രവാചകന്മാരുടെ ചര്യ ഇങ്ങനെ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെ കുറച്ച് ടച്ച് ചെയ്ത് ആ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ എന്റെ വകയെ ഇവിടെ വിഷയം തിരഞ്ഞെടുത്തിട്ടില്ല. എനിക്ക് തന്ന വിഷയം ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുകയും എല്ലാവിധ ചിന്മകളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും സത്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ഈമാനോടുകൂടി മരിച്ച ആളുകൾക്ക് അല്ലാഹു മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ഈ സ്ഥലം തന്നതും ഇതുമായി ബന്ധപ്പെട്ടതും ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം അസുഖമായി കിടക്കുന്ന കാര്യം പറഞ്ഞു. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസം നൽകുകയും ഇതിന്റെ പേരിലൊക്കെ അണുമണി തൂക്കം നന്മ ഈ ഇരുത്തൊക്കെ മഹ്ശറിൽ കൊണ്ടുവരുമല്ലോ, ഈ സ്റ്റേജ് മഹ്ശറിൽ കൊണ്ടുവരുമല്ലോ. ഇതിന് സൗകര്യം ചെയ്തു എന്നവർക്കും മഹ്ശറിൽ ഇതിന് കൂലി കിട്ടില്ല. അവർക്ക് അല്ലാഹു കൂലി നൽകുമാറാകട്ടെ. ഇവിടെ വന്ന് നമുക്കൊക്കെ അല്ലാഹു കൂലി നൽകുമാറാകട്ടെ. ഇതിന് ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാന്റെ പടിവാതിക്കലെത്തി നിൽക്കുന്ന നാം വൃത്തികേടുകളിൽ, തെമ്മാടിത്തങ്ങളിൽ, തിന്മകളിൽ വിട്ടു നിൽക്കുക. കാരണം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 10-36 വചനമാണ്. നമ്മൾ എന്ത് കണ്ടു എന്നും കേട്ടു എന്നും എന്ത് ചിന്തിച്ചു എന്നും പടച്ചോൻ വിചാരണ ചെയ്യും. അതുകൊണ്ട് നല്ലത് കേൾക്കുകയും നല്ലത് മനസ്സിലാക്കുകയും നല്ലതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.